നമസ്കാരം. പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിക്കുമ്പോൾ കേസിലെ മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. നേരത്തെ കേസിലെ രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടിരുന്നു. കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി ശക്തമായ പരാമർശങ്ങളാണ് നടത്തിയത്. ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി പറഞ്ഞു. ശാരീരബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് ഗ്രീഷ്മ വിളിച്ചു വരുത്തിയത് ഷാരോണിനെ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 11 ദിവസത്തോളം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത അത്രയും ഗുരുതരമായ അവസ്ഥയിലൂടെ, കടുത്ത വേദനയിലൂടെയാണ് ഷാരോൺ കടന്നുപോയത് എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നതായി കോടതി കണ്ടെത്തി. ഗ്രീഷ്മ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് എന്നും ഗ്രീഷ്മയെ വാവ എന്നാണ് മരണക്കിടക്കലും ഷാരോൺ വിശേഷിപ്പിച്ചതെന്നും വിധിന്യായം വായിക്കുമ്പോൾ കോടതി പറഞ്ഞു. പ്രകോപനമൊന്നുമില്ലാതെ തന്നെയാണ് ഷാരോണിനെ ഗ്രീഷ്മ വധിച്ചത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഷാരോൺ ഗ്രീഷ്മയെ അടിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കുറ്റകൃത്യം ചെയ്തിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം ഫലിച്ചില്ല എന്നും കോടതി കണ്ടെത്തി. ഘട്ടം ഘട്ടമായി കൊലപാതകം നടപ്പിലാക്കാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്രീഷ്മ ആത്മഹത്യാശ്രമം നടത്തിയതും എല്ലാം തന്നെ കേസിനെ വഴിതെറ്റിക്കാനാണ് എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്.